മായയെ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മഹത്വപ്പെടുത്തുവാൻ വായത്തുന്ന സ്തുതിപ്പാൻ നമുക്ക് കൃപ തന്ന ദൈവത്തെ ഈ പകൽക്കാലം മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്നതായിട്ട് നന്ദിയോട് സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നീതിമാന്മാരെ ഘോഷിച്ചുള്ള സ്തുതിക്കുന്നത് നേരിടുന്നവർ. ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് സ്തുതിക്കാത്തവർക്ക് നേരില്ലാത്തവർ സ്തുതിക്കാൻ കഴിയും. പലപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ആലോചനകളുണ്ട്. പല പഴയ മാതാപിതാക്കൾ സഹോദര ദൈവമക്കളൊക്കെ എപ്പോഴും സ്തുതിയോട് സ്തോത്രത്തോടും എന്തൊരു കാര്യം ചെയ്താൽ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്താൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുണ്ടായെങ്കിൽ സ്തുതിക്കുന്ന അങ്ങനെ വചനം അങ്ങനെ പറയുന്നു, സ്തുതിക്കുന്നത് നേരിടുള്ള ഉചിതമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സഭയായിട്ട് നമുക്ക് ഈ പകൽക്കാലം ഭാഗ്യം തന്ന ദൈവത്തെ പ്രാവശ്യങ്ങളെ നന്ദി നിർമ്മലത്തോട് സ്തോത്രം ചെയ്യുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആഴങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദേവദാസന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു വചനം സൃഷ്ടിച്ചപ്പോൾ ദാവീദിന്റെ ചരിത്രങ്ങളെ പറ്റി നമുക്ക് അത് ഷെയർ ചെയ്യുവാനിടയായിരുന്നു. ദൈവം അഭിഷേകം ചെയ്ത് ദാവീദിനെ കൂട്ടിക്കൊണ്ടുവന്ന ചരിത്രങ്ങളും അഭിഷേകമുള്ളവർക്ക് ദൈവം അതിൻ്റെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന പല അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇടയായിരുന്നു. ആ സമയത്ത് ദൈവം എൻ്റെ ഉള്ളിലൊരു ചിന്ത ദൈവം ഇങ്ങനെ ആരാധനയുടെ ഇടയിൽ നൽകുവാനിടയായി. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 10 കമ്പിയുള്ള വീണ കൊണ്ട് അവനെ സ്തുതിപ്പാണ്. നമ്മുടെ ആ കൈത്താളങ്ങൾ കൊണ്ട് പഴയ കാല ഭക്തന്മാർ ആരാധിച്ചത് കൈത്താളങ്ങളാല്, സ്തുതികളാല്, കിന്നരങ്ങളാല്, അനേക വാദ്യ ഘോഷങ്ങളാൽ ദൈവത്തെ ആരാധിച്ച് മുന്നേറുമ്പോൾ ദൈവമക്കൾക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ദൈവത്തെ ആരാധിക്കുവാൻ. അതെല്ലാ വാദ്യമേളങ്ങൾ കൊണ്ട് ദൈവത്തെ നമുക്ക് ദൈവം ആ സാഹചര്യം തരുന്ന അനുസരിച്ച് നമുക്ക് ദൈവം ഈ കാലഘട്ടത്തിൽ തന്ന ഏത് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമായി ദൈവം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ ശക്തമായി ആരാധിക്കുവാൻ ജനത്തെ കർത്താവ് ബലപ്പെടുത്തുവാൻ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതി അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഈ ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ആ സമയത്ത് ദൈവാത്മാവ് നൽകി തന്നത്. ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനം, തിരഞ്ഞെടുത്ത ഒരു ജാതി, തിരഞ്ഞെടുത്ത ചില വ്യക്തി ജീവിതങ്ങൾ ദൈവവചനത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയും ദൈവം തിരഞ്ഞെടുത്ത ജനം, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി ജീവിതങ്ങൾ. നമുക്കറിയാം ദാവീദിന്റെ ചരിത്രം ആദ്യം തൊട്ടേ നമുക്ക് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് തിരഞ്ഞെടുത്തു, ഇയ്യോബിനെ തിരഞ്ഞെടുത്തു, ഇയ്യോബിനെ ദൈവം സ്നേഹിച്ചു. ഇവിടെ പറയും ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതാണ് എൻ്റെ ഉള്ളിൽ ചിന്ത ദൈവം നൽകി തന്നൊരു ചിന്ത ഇതാണ്. ദാവീദിന്റെ ഭവനത്തിൽ, ഇശായിയുടെ ഭവനത്തിൽ ദൈവം ചെന്ന് ദൈവം തൻ്റെ ശമൂവേൽ പ്രവാചകനെ അവിടെ അയച്ചിട്ട് ഒരു അഭിഷേകം ചെയ്യുവാൻ, ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുവാൻ അവിടെ കടന്നു വരുന്നത്. എൻ്റെ ചിന്ത ഇതാണ്, അവിടെ അഭിഷേകം ചെയ്യുന്ന കാര്യം മാത്രമല്ല, ഈ ദൈവം ഒരു വ്യക്തി ജീവിതത്തെ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുക്കണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അല്ല എങ്കിൽ ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയില്ല. ചുമ്മാ വെറുതെ വഴി നടക്കുന്നവരെയൊന്നും
ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടെങ്കിൽ മാത്രമേ ദൈവം അവനെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിരുന്നു. നമ്മളൊന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോൾ എത്രയോ മനുഷ്യർ, എത്ര വലിയ കഴിവുള്ളവരും എത്ര സമ്പന്നന്മാരും പലരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ ഒരു ഉദ്ദേശമാണ്. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് തന്റെ മക്കളും അവകാശികളുമാക്കി കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു വെച്ച് ദൈവത്തിന്റെ അതേ ഒരു വ്യക്തി ജീവിതത്തെ പറ്റി വലിയ ഉദ്ദേശങ്ങളുണ്ട്. വെറുതെ ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുകയില്ല. ഈശായുടെ ഭവനത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് 7 നമുക്കറിയാം, ചരിത്രങ്ങളെല്ലാം അറിയാം, മിടുക്കന്മാരായിട്ട് അഭ്യാസികളായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ മക്കളുണ്ടായിട്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞു ഇവനല്ല അങ്ങനെ എല്ലാവരും കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ? ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടാണല്ലോ ശമൂവേൽ പ്രവാചകനെ അവിടെ ദൈവം അയച്ചത്. അപ്പോൾ പറഞ്ഞു ഇനി ഒരുത്തനുണ്ട്. അത് വളരെ നിസ്സാരമായിട്ട് രീതി പറഞ്ഞു. അവനെ കാട്ടിൽ ആടിനെയൊക്കെ മേടിച്ചിങ്ങനെ നടക്കുന്നവനാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് അല്ല, അവനെ ഇവിടെ വരുത്താൻ പറഞ്ഞു. അവനെ ആണെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ദാവീദിനെ കാട്ടിൽ നിന്ന് വരുത്തുവാനിടയായി. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊരു പ്രത്യേകത കാണണം. എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഈശായുടെ ഭവനത്തിൽ അത്രയും മക്കളുണ്ടായിട്ട് എൻ്റെ ചിന്താഗതിയിൽ വന്ന ഒരു ചിന്ത ഇതാണ്. ആ ഭവനത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഏക ഒരു വ്യക്തി ജീവിതം ദാവീദായിരുന്നു. നമുക്കറിയാം, വരാന്തരങ്ങളിൽ അവനെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയ അനുഭവങ്ങൾ നമുക്കറിയാം. അവൻ ദൈവത്തെ സ്തുതിച്ച് കിന്നരം കൊണ്ട് പാടി അവന് ആകെ വനത്തിൽ ആരുമില്ല സഹായിക്കാൻ, ആൺമാടുകൾ മാത്രമേ അവൻ്റെ കൂടെ ഉള്ളൂ. ആ സമയത്ത് അവൻ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി ജീവിതം എവിടെയുണ്ടോ അവനെ ദൈവം തൻ്റെ മക്കളായി തൻ്റെ ദൈവസന്നിധിയിൽ അവരെ തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം. ആ ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ആ സമയത്ത് നൽകി തന്നത്. എവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതമുണ്ടോ അവനെ നമ്മൾ ആരും അറിയത്തില്ലായിരിക്കുന്നു. ഏകനായിട്ട് ആരും അറിയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് തന്റെ മക്കളായി അവകാശികളായി അവന്റെ അവകാശിയാക്കി സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തിരഞ്ഞെടുക്കുമെന്ന് ഈ വചനം നമ്മളെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈശായുടെ ഭവനത്തിൽ നിന്ന് അത്രയും മക്കളുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതം, ദൈവത്തെ ആരാധിക്കുകയും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് ഹല്ലേലൂയ കണ്ട ഒരു വ്യക്തി ജീവിതം ദാവീദ് മാത്രമേ ഉള്ളൂവെന്ന് നമുക്ക് ഈ വചനത്തിൽ കാണുവാനുണ്ട്. നമുക്കറിയാം, ചരിത്രം അറിയാം, ദാവീദിനെ എവിടെ കൊണ്ടുവന്ന് ദൈവം എത്തിച്ചുവെന്നും ഏത് സാഹചര്യങ്ങളും ഇന്നും നമ്മൾ ദാവീദിനെ പറ്റി ശുശ്രൂഷിക്കുകയോ ഹല്ലേലൂയ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ ദാവീദിനെ തിരഞ്ഞെടുത്ത അതുപോലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത് നമ്മളെ പറ്റി അനേകം സാക്ഷ്യം പറയും. ആ ദേവദാസൻ അല്ലെങ്കിൽ ആ വ്യക്തി ജീവിതം അനേക ദൈവമക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെട്ട വ്യക്തിയാണ്, അനേകർക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണ്, അനേകർക്ക് കൈത്താങ്ങൽ കൊടുത്ത വ്യക്തിയാണെന്ന് അനേകർ സാക്ഷ്യം പറയണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ അങ്ങനെ അതിന് കഴിയുകയുള്ളൂ ദൈവവചനം പറയുന്നത്. അതുകൊണ്ടാണ് 12-ാം വാക്യം പറയുന്നത്, യഹോവ ദൈവമായിരിക്കുന്ന ജാതി അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതെന്ന് ഇത് പറയാൻ കഴിയും. ആ ഭാഗ്യാവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ദൈവം നൽകി തന്നുവെന്ന് ഈ പകൽക്കാലം നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, ചരിത്രം ഓരോന്നെടുത്താൽ അറിയാം ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുത്ത ജനം ആരൊക്കെയാണെന്നുള്ളത്. നമുക്ക് യേശുവിന്റെ ശുശ്രൂഷയെ പറ്റി നമുക്കറിയാം. ദൈവം യേശുവിനെ തിരഞ്ഞെടുത്തു, തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി രക്തം ചൊല്ലി കാൽവറിയിൽ ഹല്ലേലൂയ രക്തം ചീന്തി ഹല്ലേലൂയ നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി യേശുവിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. ആ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ നശിച്ചു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി യേശുവിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവ വചനം നോക്കിയാൽ ഓരോ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ജനം ഹല്ലേലൂയ. അത് ആ ഭാഗ്യമുള്ള ആ ജനമായി, അത് ജാതിയായാലും വ്യക്തി ജീവിതമായാലും കൂട്ടങ്ങളായാലും സഹോദരങ്ങളായാലും നമ്മുടെയൊക്കെ സഹോദര കുടുംബങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം എത്രയോ പേര് നമ്മുടെ കുടുംബങ്ങളിലെ ഹല്ലേലൂയ പണമുള്ളവരും എല്ലാ സാഹചര്യമുള്ളവരും ഉണ്ട്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ജനമാക്കി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നോക്കിയാൽ മതി ദൈവം എങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന്. വെറുതെ തിരഞ്ഞെടുത്തതല്ല, അവിടെ ആരോഗ്യമുള്ളവരില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ളവരില്ലാഞ്ഞിട്ടല്ല, എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അതിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. എങ്ങനെ അത് പെന്തക്കോസ്തുകാരെന്നുള്ളതല്ല, ദൈവം
ദൈവത്തെ സേവിക്കുന്ന ഒരു കൂട്ടം ജനം. അത് ദൈവഭക്തന്മാരായാലും ദൈവജനമായാലും ദൈവത്തെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് എപ്പോഴും ഒരു തെരഞ്ഞെടുത്ത് കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏത് സമയത്തും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവജനത്തിന് വേണ്ടി, ഹല്ലേലൂയ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് അത് ആശ്വാസം വിടുതലുമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യും. ഞാൻ നന്ദി അറിയിക്കുന്നു. സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ആ ചിന്തയാണ് ചിന്തിക്കാനുള്ളത്. പക്ഷേ രാത്രി ഒരു 2:30 ഞാൻ ഇന്നലെ രാത്രി ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു പ്രസ്താവന, ദൈവത്തിൻ്റെ ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഉണ്ടായിരുന്നവർക്കറിയാമോ? ദൈവ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് വേണം. ഞാൻ രാത്രി ഒരു 2:45 ഞാൻ ഇങ്ങനെ ദൈവാത്മാവിനെ ഇങ്ങനെ എഴുതി കാണിച്ചു ഒരു വാക്യം. ഞാൻ എടുത്തത് ഈ ഇപ്പം പറഞ്ഞ വാക്യം പ്രസംഗിക്കാൻ വേണ്ടി എൻ്റെ ബാക്കി പ്രസംഗിക്കാനാണ് ഞാൻ ഇരുന്നത്. പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു 2:45 കഴിഞ്ഞപ്പോൾ ആ വാക്യം 5-ാം തവണ എന്നെ എഴുതി കാണിച്ചു. ഞാൻ ദൈവത്തെ ഉപയോഗിച്ച് കർത്താവ് ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ കാണിച്ച ആ വചനം നീ പ്രസംഗിക്കണം, അതിനകത്ത് വലിയ വിടുതൽ വളരെ സുരക്ഷിതമായ വാക്യം. അടുത്ത ആഴ്ച ദൈവം വെച്ച് മറ്റേ പ്രസംഗിക്കാം. കാരണം ദൈവാത്മാവിന് എന്തോ ഒരു ഗൈഡൻസ് എനിക്ക് തന്നതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടാകും. അങ്ങനെ ദൈവം സംസാരിക്കും കേട്ടോ. നമ്മൾ ദൈവത്തോട് എന്ത് സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിനോട് സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തി ചാപ്റ്റർ 2:33 2:23 24 വാക്യം വളരെ സുരക്ഷിതമാണ്. യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിയിപ്പിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ അർപ്പിച്ചു കൊന്നു. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ മരണത്തിന്റെ കയറുകളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർപ്പിച്ചു. മരണത്തിന്റെ അക്ഷരിക മരണം മാത്രമല്ല, ആത്മീക മരണമിടുവാൻ, വിശ്വാസത്തിൽ നിലനിർത്താതെ തന്റെ ജനത്തെ പിടിച്ചു കെട്ടുവാൻ കൊണ്ടുവരുന്ന ചില പുതിയ കയറുണ്ടാവും. ഒന്നാമത്തെ ഒരു കയറ് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വെച്ചാൽ സ്വന്തക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരു കയറാണ്, അല്ലേ? ആണോ? ന്യായാധിപന്മാർ പുസ്തകം എടുക്കാം. അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കയറിനെ പറ്റി. മാർക്കെങ്കിലും കിട്ടിയോ? പുതിയ കയറുകൊണ്ട് ഞാനിത് നേരത്തെ എടുത്ത് വെക്കാത്തതുകൊണ്ടാണ് ദൈവാത്മാവ് ഇതിൻ്റെ ഇടയിൽ എന്നോട് സംസാരിച്ച ഒരു ഭാഗമാണ് വായിച്ചോണ്ട്. അതിൻ്റെ 15-ാം അധ്യായം എടുത്തോ, 10-19 വായിക്കാം. ശിംശോൻ പതിമൂന്നാം വാക്യം വായിക്കും. യഹൂദന്മാര് കെട്ടി കേട്ടോ, സ്വന്തക്കാര് കെട്ടി ഒരു കെട്ടാണ്. അതാണ് പുതിയ കയർ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഏത് പുതിയ കയറിനെയും പൊട്ടിച്ചെറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിവിടെ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് നിങ്ങൾ ശക്തമായി ഏറ്റെടുക്കണം. കണ്ടോ, യേശുവിനെ മരണത്തിന്റെ പാശങ്ങൾ കൊണ്ട് കെട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ആത്മീക അർത്ഥവും വചനത്തിന്റെ വെളിപ്പാട് ഞാൻ പറയാം. ഒന്നാമത്തെ കയറ്
റോമ ഗവൺമെന്റ് ആകുന്ന കയറ്. രണ്ടാമത്തെ കയറ് ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള നിയമത്തിന്റെ കയറ്. മൂന്നാമത്തെ കയറ് വലിയ കല്ല് ഉരുട്ടി വെച്ചു. നാലാമത്തെ കയറ് അതിന് സ്റ്റാമ്പ് ചെയ്തു, സീൽ ചെയ്തു, മുദ്ര ചെയ്തു. അങ്ങനെയുള്ള ഈ 4 കയറുകൾ ശക്തമായി പുറത്ത് വിടത്തില്ലെന്നും വ്യാപരിച്ച് വാദിച്ചു നിൽക്കുമ്പോൾ ദൈവമോ മരണത്തിന്റെ പാശങ്ങളെ, ദുഷ്ടശക്തികൾ പറ്റിയ കെട്ടുകളെ അഴിച്ചുകൊണ്ട് എന്റെ യേശുവിനെ പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമുണ്ടാകും. ഈ ചില കെട്ടുകളെ, ചില കയറുകളെ, പുതിയ കയറുകളെ ദൈവാത്മാവ് എന്ന് പറയുമ്പോൾ എന്താ സുബ്രഹ്മണ്യന്റെ അർത്ഥം? എങ്ങനെയാണ് അഴിച്ചത്? അഴിക്കുക മാത്രമല്ല, കല്ലറക്കകത്ത് കിടക്കിയ യേശു അല്ലേ 3 ദിവസമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മാംസങ്ങളെല്ലാം ഓരോ ചാട്ടാവാറിന്റെ അടിയേൽക്കുമ്പോഴും പറഞ്ഞു വരുമായിരുന്നു. അസ്ഥികൾ ശേഷിച്ചു. ആ ശരീരമാണ് ശവക്കുഴിയിൽ കിടക്കുന്നത്. എങ്ങനെ ഉയർപ്പിച്ചു എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. മരണപാശങ്ങളെ എങ്ങനെ അഴിച്ചു, അഴിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എടുക്കാം. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 20-21 വായിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ പിന്നെ ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് പറയുമ്പോൾ ഏത് ശക്തിയാണ്? തൊട്ട് മുമ്പത്തെ വാക്യം അതോടെ വായിച്ചിട്ട് വായിച്ചു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം. ഈ പകൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടുമെങ്കിൽ അളവില്ലാത്ത ആ വലുപ്പത്താൽ ഈ പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ചില അസാധ്യങ്ങൾ സാധ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇനി നിങ്ങൾ ചിന്തിക്കണം. ഈ അളവില്ലാത്ത വലുപ്പം, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഈ വലിപ്പം. പിന്നീട് എന്താ വാക്യം? അടുത്ത വാക്യം. അങ്ങനെ അവൻ മരിച്ചവരിലും അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്. അങ്ങനെ അവനെന്ന് പറഞ്ഞാൽ ആരാ? ഹോളി സ്പിരിറ്റ്. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. നോക്കുക, അനേക കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ് അല്ലേ? അനേക കല്ലറകൾ തുറന്നിട്ടില്ല. പക്ഷേ ഈ പുനരുത്ഥാനത്തിന്റെ വ്യാപാരം ഒറ്റ കല്ലറയിലേക്ക് മാറിയുള്ളൂ. ഈ പകൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. അനേക കല്ലറകൾ അടയ്ക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു വ്യാപാരം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് പകൽ വെളിപ്പെടുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുക. ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം ആ യേശുവിന്റെ കല്ലറയിലേക്ക് വ്യാപരിച്ചു. വ്യാപരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കല്ലറകൾ പിടിച്ചു നിർത്താൻ നോക്കി അല്ലേ? സീനുകൾ പിടിച്ചു നിർത്താൻ നോക്കി. മാക്സിമം സെക്യൂരിറ്റി അവർ വിന്യസിച്ചത് ഒരിക്കലും ഈ ബോഡി പുറത്തു വരാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ശക്തി അങ്ങോട്ട് വ്യാപരിപ്പിച്ചപ്പോൾ കല്ലറ പൊട്ടി മാറി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, മരണത്തിന്റെ ചില പാശങ്ങൾ, ഗവൺമെന്റിന്റെ ചില പാശങ്ങൾ, നിയമത്തിന്റെ ചില പാശങ്ങൾ ഈ പകൽ ആത്മാവിന്റെ ശക്തിയാണ്, ആത്മാവിന്റെ ശക്തിയാണ്, ആത്മാവിന്റെ ശക്തിയാണ് പൊട്ടി മാറുകയാണ്. വിശ്വസിച്ചുകൊണ്ട്
പറഞ്ഞതുപോലെ പിന്നെ കല്ലറക്കകത്തല്ല കിടക്കുന്നത്, പിന്നെ എങ്ങോട്ടാ പോകുന്നത്? വായിച്ചു. സ്വർഗ്ഗത്തിലും തന്റെ വലത്തുഭാഗത്തും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവനെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന യഹൂദന്മാർ തലയാക്കാതിരിക്കാൻ വേണ്ടി ഒരു കാരണവശാലും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി പിടിച്ചൊതുക്കിയെങ്കിൽ മരണമാശങ്ങളെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കൂ, പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി ലോകത്തിലെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽ കീഴാക്കിക്കൊണ്ട് യേശുവിനെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയെങ്കിൽ ഇന്ന് പകരുന്ന സ്തോത്രത്തിലാണ്. നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില വാഴ്ചകൾ അറിയാൻ പോകുക, ചില അധികാരങ്ങൾ അറിയാൻ പോകുക, ചില ദുഷ്ടശക്തികൾ അറിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ റോമാ ഗവൺമെന്റ് നിന്റെ പാർശ്വം എവിടെ? മതക്കോടതിയിലെ നിന്റെ പാർശ്വം എവിടെ? അധികാരങ്ങളെ നിന്റെ പാർശ്വം എവിടെ? അളവറ്റ വലുപ്പം ഈ പകൽ വെളിപ്പെട്ടാൽ പാരമ്പര്യത്തിന്റെ പാർശ്വം, അധികാരത്തിന്റെ പാർശ്വം ഈ പകൽ പൊട്ടിമാറാം. അടുത്തൊരു ഭാഷ ഞാൻ പറയാം, എടുത്തോളൂ. സങ്കീർത്തനം 18:4. മതി, അടുത്ത കേട്ടോ. മരണത്തിന്റെ പാശകൾ, ദാവീദിന്റെ സങ്കീർത്തനമാണ്. മരണത്തിന്റെ പാശങ്ങൾ പല തവണ ദാവീദിനെതിരെ തൊടുത്തു വിട്ടു, അല്ലേ? ഫേസ് ടു ഫേസ് ശൗല് വന്ന സമയങ്ങൾ, ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല എന്ന് ജീവിതത്തിൽ നിർണയിക്കേണ്ടി വന്ന സമയങ്ങൾ. പക്ഷേ ആ മരണ പാർശ്വങ്ങളെ പരിശുദ്ധാത്മ പൊട്ടിച്ചേർന്നു, അല്ലേ? മരണപാർശ്വം വന്നില്ലേ? ഒരിക്കലൊരു കരടി, ഒരിക്കലൊരു സിംഹം തകർക്കാൻ വേണ്ടി വന്നു. അതിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ആ മരണപാർശ്വങ്ങളെ പൊട്ടിച്ചെറിഞ്ഞിട്ട് ദൈവം എന്താ ചെയ്തത്? മുമ്പേ കേട്ടതുപോലെ ദൈവം എങ്ങോട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അറിയാമോ? 78-ാം സങ്കീർത്തനം 70-71 വാക്യം പെട്ടെന്ന് വായിക്കും. 78 70-71. തിരഞ്ഞെടുത്തു. കണ്ട, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അവനെ വരുത്തി. തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്ന്, കേട്ടോ. ചെറിയ ആടല്ല, തള്ളയാടെന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളതാ. ഇത് പെട്ടെന്ന് നടക്കത്തില്ല, ഇതിനൊത്തിരി ഐഡിയ ഉള്ളതാ. ഇവിടൊക്കെ സ്ട്രെയിൻ എടുത്ത് നിന്ന മനുഷ്യൻ മുമ്പേ പറഞ്ഞ പോലെ അവിടെയും കിണറും എടുക്കുമായിരുന്നു, അവിടെയും പാട്ടുപാടുമായിരുന്നു. ദൈവം എന്താ ചെയ്തത്? സിസ്റ്ററെ, ഈ മനുഷ്യനെ ഇസ്രയേലിന്റെ രാജാവാക്കി മാറ്റി. ഞാൻ പറഞ്ഞതുപോലെ അതുവരെ എന്തുവായിരുന്നു? കയ്യിൽ ആടുകളെ മേയ്ക്കുന്ന ഉണക്കവടി, ഉണക്കവടി എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്, ഇല്ലേ? പച്ചവടിയല്ല, കുറെ വർഷമാക്കി അത് ഉണങ്ങിപ്പോയി. പക്ഷേ ആ കയ്യിൽ ഇപ്പൊ എന്താണെന്നറിയാമോ? രാജതണ്ടിരിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ദാവീദ് എന്നെ ആസ്വദിക്കാതിരിക്കുന്നത്. ദാവീദ് പറയും, എന്റെ മരണപാശങ്ങളെ അഴിച്ചിട്ട് എന്നെ സിംഹാസനത്തിൽ അർഹതയില്ലാത്ത ഇടത്ത് ഇരുത്തിയതുകൊണ്ട് മീകളെ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു ഭാഷയും കൂടെ ഞാൻ പറയാം, സമയത്തിന്റെ പരിമിതി. അതും ജീവനെതിരെ വാക്തത്വമുള്ളവൻ, പക്ഷേ മണ്ണിന്റെ അടിയിൽ പോയാലും പുറത്തു വരും. ആ ഒരു ഭാഷ ഞാൻ പറയാം.
11:44 യോഹന്നാൻ. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ചീര കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ട് അഴുക്കി അവൻ പോകട്ടെ എന്ന് യേശു കണ്ടോ? അടുത്ത ഒരു ഭാഷമാണിത്. മരണത്തിൽ നിന്ന് ഇനി പുറത്തു വരത്തില്ലെന്ന് സ്വന്തക്കാര് വിധി എഴുതി, ഇല്ലേ? മാർത്ത പറഞ്ഞു ജീവിക്കും. എപ്പോഴാ? ഒടുക്കത്തെ നാട്. അതിന്റെ അർത്ഥം എന്താ? ജീവിക്കുമെന്നറിയാം, പക്ഷെ ഇപ്പൊ ജീവിക്കത്തില്ല. ജീവിക്കുമെന്ന് സാഹചര്യമില്ല. കാരണം മരിച്ചു 4 ദിവസമായി. അത് പറഞ്ഞു കർത്താവേ, നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു. ജീവിക്കുമെന്ന് എനിക്കറിയാം, ഒടുക്കത്തെ നാട്, അല്ലേ? സാധ്യതകളെല്ലാം അസ്തമിച്ചെന്ന് വീട്ടുകാർ പറഞ്ഞു, അല്ലേ? പിന്നെ പള്ളിക്കാർ പറഞ്ഞു പോയി. കാരണം ഞങ്ങൾ ആർക്കെങ്കിലും സെമിത്തേരിയിൽ കൊണ്ടുപോയി കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചരിത്രത്തിൽ പള്ളിക്കാർ പറഞ്ഞു ഇനി പുറത്തു വരത്തില്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല. അപ്പൊ മറിയം മാർത്തയെ കരഞ്ഞപ്പോൾ അവരും പറഞ്ഞു തീർന്നു, എല്ലാം അസ്തമിച്ചു. പള്ളിക്കാർ നോക്കിയിരിക്കുകയാണ്, യഹൂദന്മാർ കല്ലെറിയാൻ നോക്കിയിരിക്കുകയാണ്. യേശു 4 ദിവസം കഴിഞ്ഞിട്ട് നാറ്റം വെച്ചെന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. നാറ്റം വെച്ചു. സ്വന്തം സഹോദരൻ പറഞ്ഞു, എന്താ പറഞ്ഞു? നാറ്റം വെച്ചു, സാധ്യതയില്ല. പക്ഷേ യേശു അവിടെ ചെന്നു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഒറ്റ പ്രസ്താവന, ഇതാവേ നീ എന്റെ അപേക്ഷ കേൾക്കുന്നു. പക്ഷേ ഈ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടത് അങ്ങ് ഉത്തരമാക്കണമെന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ലാസറെ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ ദൈവശക്തിനെ ആവരിച്ച മരണത്തിന്റെ ഭാഷകൾ തകർക്കപ്പെട്ടുകൊണ്ട് ലാസർ പുറത്തു വന്ന അടുത്ത അധ്യായത്തിൽ യേശുവിനോടുള്ള പന്തിയിൽ വിളിച്ചു പറയട്ടെ, നീ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞു. കല്ല് വെച്ച ചില കല്ലുകൾ വെച്ചവനെ കൊണ്ട് തന്നെ കല്ല് വെച്ചോ അവനെ കൊണ്ട് തന്നെ ആ കല്ലിന്റെ പകൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ എന്നിട്ട് എന്നെ ചിന്തിച്ച ചിന്ത ഈ കല്ലറയിൽ പുറത്തു വന്നിട്ട് അവിടെ 4 കാര്യങ്ങളാണ്. 44 വായിക്കാം. മരിച്ചവൻ പുറത്തു വന്നു. ഒന്നാമത്തെ ദൂതൻ സിസ്റ്റർ പുറത്തു വരത്തില്ലെന്ന് വാദിക്കുന്ന ശക്തിയുടെ നടുവിൽ ഈ പകൽ ചില പാശങ്ങളെ അഴിച്ചുകൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവരാൻ നാളുകൾ നിന്നെ കെട്ടി ഒതുക്കുക. ചില വാഗ്ദാനങ്ങളെ ഈ പകൽ പൊട്ടിച്ചുകൊണ്ട് പാശങ്ങളെ അടിച്ച് പുറത്തു കൊണ്ടുവന്നു. 1. 2 അടുത്ത ഭാഗം, അവന്റെ കായും കാലും റുമാല് കൊണ്ട് ശീലകൾ കൊണ്ട് കെട്ടി. അതൊരു പാശമാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ കേസ് പുറത്തു വന്നാൽ പോലും കൈ കെട്ടി എന്ന് പറഞ്ഞാൽ നിന്റെ കൈകളെ പ്രവർത്തിപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന ഘട്ടം ഈ പകൽ പൊട്ടാൻ പോവുകയാണ്. അടുത്തത് കാല് കെട്ടി. കണ്ടോ? കൈയും കാലും അതിനൊക്കെ വെളിപ്പാടുണ്ട്. കാല് കെട്ടി എന്ന് പറഞ്ഞാൽ വായ്ത്തത്വത്തിലേക്ക് നീ നടന്നടുക്കത്തില്ലെന്ന് പറഞ്ഞ കെട്ടിയ ചില കെട്ടുകൾ ഈ അഴിയാൻ പോവുകയാണ്. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ നിന്നെ പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് വായ്ത്തങ്ങളിലേക്ക് പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് കാലുകളെ ഈ അഴിഞ്ഞു മാറാൻ അടുത്തത് മുഖം റുമാൽ കൊണ്ട് മൂടി. അതിന്റെ അർത്ഥം നീ വായ്ത്തത്വം കാണത്തില്ല. മനസ്സിലായോ? മൂടിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇന്ന് പകൽ ആ കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയുള്ള ചില ഭാഷകളെ പൊട്ടിച്ചെടുത്ത് ലാസർ പുറത്തു വന്നു. ലോകത്തിന് അമ്പരപ്പായി കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിടുതൽ കണ്ടിട്ട് ചിലർ കർത്താവിനെ അറിയണം. നിങ്ങളുടെ സൗഖ്യം കണ്ടിട്ട് ചിലർ കർത്താവിനെ മഹത്വപ്പെടുത്തണം.
വെളിപ്പെടുത്തണം. നിങ്ങൾ മുഖാന്തരം നിങ്ങൾ കർത്താവിലേക്ക് വരണം. നിങ്ങളുടെ സാക്ഷ്യം മുഖാന്തരം നിങ്ങൾ കർത്താവിനെ അറിയണം. മക്കളെ, ഇവന് അടുത്ത അധ്യായം വന്നപ്പോ യേശുവും ലാസറും എല്ലാം കൂടെ പന്തിയിലിരുന്നു. അടുത്ത അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ നിർത്തണേ ഇവനെ. അതിനു മുമ്പ് എന്താ എഴുതിയിരിക്കുന്നത്? 11-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ? മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ എന്ന് അറിയപ്പെട്ടു. ഇവിടെ കണ്ടോ, ഒരു ഉയർപ്പ് വ്യാപരിച്ചപ്പോൾ ലാസർ പാർത്ത ബഥാന്യ. അതിന്റെ അർത്ഥം എന്താ? നിന്റെ കേറോവിൽ ചിലത് അറിയപ്പെടാൻ പകരാണ്. കഴിഞ്ഞ മിനിറ്റുകളിൽ ഒതുക്കിയ മണ്ഡലം നിന്റെ പേരിൽ ചിലത് അറിയപ്പെടാൻ പോകുക. നിന്റെ പേരിൽ ചിലത് അറിയപ്പെടാൻ പോകുക. ഈ എഴുന്നേൽപ്പെന്ന് പറയുമ്പോൾ നിന്റെ പേരിൽ ചിലത് അറിയപ്പെടാൻ നിന്റെ പേര് ചില അറിയപ്പെടാൻ പോവുകയാണ്. കേട്ടോ, 11-ൽ വായിച്ചത് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാന്യ. ഇവിടെ കണ്ടോ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ലാസർ പാർത്ത ബഥാന്യ. അവിടെ നിങ്ങൾ കുറച്ച് മുമ്പോട്ട് വായിക്കുമ്പോൾ അവർ യേശുവിൽ മാത്രമല്ല, ഒന്ന് വായിക്കാൻ 2-3 വാക്യങ്ങൾ മുമ്പോട്ട് വായിച്ചു. അവിടെ അവർ അവന്റെ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരൻ യേശുവിന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ട് കൂടെ പോകും. അനേക യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിച്ചു. മനസ്സിലായോ? നിങ്ങളുടെ വിടുതൽ കണ്ടിട്ട്, നിങ്ങളുടെ തിരിച്ചുവരവ് കണ്ടിട്ട്, ദൈവം നിങ്ങൾക്ക് ഉദ്ധാരണം കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ യേശുവിനെ അറിയാൻ പോകും. വിശ്വസിക്കാൻ ഈ മകൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് വിശ്വസിക്കാമോ? അത് ഹേതുവായി ലാസറിന്റെ വിടുതൽ കാരണമായി അനേകർ യേശുവിൽ വിശ്വസിച്ചു. ഞാൻ ഇത് ഭാവനയെ കണ്ടു മാത്രമായി. ഈ കഴിഞ്ഞ ദിവസം 4 ദിവസം കല്ലറയിൽ കിടന്ന് ചീഞ്ഞഴിഞ്ഞു എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം പിറ്റേ ദിവസം 4-ാം ദിവസം കഴിഞ്ഞ് 5-ാം ദിവസമായത് അടുത്തൊക്കെ ചെറിയ, ഞാൻ വിശ്വസിക്കുന്നു, ചെറിയ കടകളൊക്കെ കാണുന്നു. കാണും ഇല്ലയോ? അവിടെ കാണുന്നു. ഈ കടയിൽ ചെന്ന് ലാസർ ഒരു നാരങ്ങാവെള്ളം കുടിച്ചോണ്ടിരിക്കും. കടക്കാൻ 50 രൂപയില്ല. ഇതാണ് വലിയ സാക്ഷ്യം. കടക്കാരൻ പറയുക, എടാ ഇന്നലെ വരെ പെട്ടിക്കകത്ത് വെച്ച് കയ്യും കാലും ഞങ്ങൾ കെട്ടി 4 ദിവസം ചീഞ്ഞറിഞ്ഞവർ 2 നാരങ്ങാവെള്ളം കുടിക്കാൻ വന്നിരിക്കുന്നു. ഇത് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ വിടുതൽ ലോകത്തിന് ഈ പകലൊന്ന് വിശ്വസിക്കുക. ചില പാശങ്ങളെ കെട്ടിയ ചില പാശങ്ങളെ പരിശുദ്ധം അഴിക്കാൻ പോകുക. നിന്നെ പന്തിയിലിരുത്താൻ പോകുക. എന്റെ കണ്ണുകൾ അടച്ച് ആത്മാവിൽ ഒരുമിച്ച് എന്റെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ.
എണ്ണി എണ്ണി തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ